അധികം ആരും പറഞ്ഞു കേൾക്കാത്ത വലിയൊരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വളരെ ചെറിയതുമാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശുചിത്വ മുറിയും വിശ്വാസവും ഒരു ആത്മീയ കാഴ്ചപ്പാട്. ഓരോ വിശ്വാസിയുടെയും ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ശുചിത്വ മുറിയും അതിൻ്റെ ഉപയോഗവും. എന്നാൽ ഈ സമയത്ത് നമ്മളിൽ പലരും പലപ്പോഴും ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി പോകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അവയിൽ പ്രധാനമാണ് ശുചിത്വ മുറിയിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ. ഇസ്ലാം മതം ഓരോ കാര്യത്തിനും അതിൻ്റേതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ ശുചിത്വമുറി ഉപയോഗം എന്നത് കേവലം ശാരീരികപരമായ ഒരു കർമ്മം മാത്രമല്ല, അത് നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശുചിത്വ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലുന്നത് സുന്നത്താണ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ, ഞാൻ ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അതറിയാമായിരിക്കാം. ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. അത് ഖുബ്സ് ആകാൻ പാടില്ല, ഖുബ്സി വൽ ഖബാഇസി എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക. ഇവിടെ പിശാചുക്കൾ എന്നത് തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതീകമാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നാം അള്ളാഹുവിനോട് സഹായം തേടുകയാണ് ചെയ്യുന്നത്. തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശുചിത്വമുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് സുന്നത്താണ്. ഒഫ്റാനക്ക എന്നാണ് ഈ പ്രാർത്ഥന. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവെ, എനിക്ക് നീ പുറത്തു തരണമേ എന്നാണ്. നാം അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ നാം ചെയ്യുന്നത്. മറ്റു പല ഉദ്ദേശങ്ങളും ഈ പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥനകൾക്ക് പുറമെ മറ്റു ചില പ്രാർത്ഥനകളും ഹദീസുകളിൽ കാണാം. ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി. എന്നാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സർവസ്തുതിയും എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും എനിക്ക് ആശ്വാസവും സമാധാനവും നൽകിയ റബ്ബിനാകുന്നു എല്ലാവിധ സ്തുതിഗീതങ്ങളും എന്നാണ് അവയുടെ അർത്ഥം. എന്നാൽ ഈ ഹദീസിൻ്റെ ആധികാരികതയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു, ഈ ഹദീസ് ദുർബലമാണ്. ഉഫ്റാനക്ക എന്ന് പറഞ്ഞാൽ തന്നെ മതിയാകുമെന്ന്, സുന്നത്ത് ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് നിരവധി ആത്മീയ ഗുണങ്ങൾ കൈവരിക്കുന്നു. ഒന്നാമതായി, ഇത് അള്ളാഹുവിനോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. നാം എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നു എന്നും ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ സഹായം തേടുന്നു എന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇത് സഹായിക്കുന്നു. ഇത് ഉപോത്ബലകമാകുന്നു. തിന്മയിൽ നിന്നും അകന്നു ജീവിക്കാൻ ഈ പ്രാർത്ഥന ഒരു പ്രചോദനമാണ്, ഒരു പ്രോത്സാഹനമാണ്. അത് നമ്മെ എപ്പോഴും ഇങ്ങനെ ഉറക്കിൽ നിന്ന് തട്ടി ഉണർത്തും, അഥവാ നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നമ്മളെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. മൂന്നാമതായി, ഇത് മനസ്സമാധാനം നൽകുന്നു, ശാന്തിയും സമാധാനവും നൽകുന്നു. വേദന കൊണ്ട് പുളകം കൊള്ളുന്ന, അതുകൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യനെ എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് അവന് ശക്തമായ ആരോഗ്യം നൽകി അവനെ രക്ഷപ്പെടുത്തുന്നു എന്ന സമാധാനം തീർച്ചയായും നമുക്ക് ലഭിക്കുന്നു. ഏതൊരു കാര്യവും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു തരം ശാന്തത, സമാധാനം
സന്തോഷം കൈവരിക്കുക തന്നെ ചെയ്യും. ഓരോ മുസ്ലിമും ഈ പ്രാർത്ഥനകൾ കാണാതെ പഠിക്കുകയും പതിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കും, ഈമാൻ വർദ്ധിപ്പിക്കും, നബിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സഹായിക്കും, നബിക്ക് താങ്കളോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും. ഈ വിവരണം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.